അവിടെ നിന്ന് നമുക്ക് വയസ്സിനെ കാണാൻ പറ്റും. Hey friends, welcome to Dildos Vlog. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം വട്ടവടയിലോട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് വട്ടവടയിലേക്കുള്ളൊരു യാത്ര. പാമ്പടംചോല നാഷണൽ പാർക്കിൽ എൻട്രി ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ വട്ടവടയ്ക്കകത്തുള്ള നമ്മുടെ പഴത്തോട്ടം ലോ ഹൗസ് അതിനകത്തോടാണ് സ്റ്റേ. അപ്പോൾ അതിനകത്തൊരു 5 കിലോമീറ്റർ ഫോറസ്റ്റാണ്, അതിനകത്ത് നിർത്താൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വിഷ്വൽസ് ഒന്ന് കാണാം. ഇത് ചോലവനങ്ങളാണ്, ഇടതൂർന്ന് കാണുന്ന ചോലവനങ്ങൾ. കേരളത്തിലെ ഏറ്റവും ചെറിയ ചോലവനമാണിത്. ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടംചോല നാഷണൽ പാർക്കിലെ വട്ടവടയിലെ പഴത്തോട്ടത്തുള്ള ലോഗ് ഹൗസിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ പഴത്തോട്ടം ലോഗ് ഹൗസിലോട്ടുള്ള യാത്രയാണ്. ഇതാണ് റോഡിന്റെ വഴി. അവസ്ഥ നോക്ക്. നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സേ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 4 വീലർ ഡ്രൈവർ. ഒരു രക്ഷയില്ല കേട്ടോ. ഓഫ് റോഡ് ഞാൻ വണ്ടി പാതി വെച്ച് ഏകദേശം ഒരു 100 മീറ്റർ നിർത്തിയിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ അട്ടയുണ്ട് കേട്ടോ. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എവിടെ പോയാലും ഇങ്ങനെ ഗ്രാസ് ലാൻഡ് വെട്ടിൽ പോയി കഴിഞ്ഞാൽ അട്ട നമ്മൾ ഞങ്ങൾ ഉപ്പൊക്കെ കരുതിയിട്ടുണ്ട്.
അങ്ങനെ പിള്ളേരൊക്കെ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയാ? അങ്ങനെ ഞങ്ങൾ പഴത്തോട്ടം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് ഡീറ്റെയിലായി കാണാം. അപ്പോൾ ഇങ്ങോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ചിന്നാർ വൈൽഡ് ലൈഫിലെ പാമ്പാടൻ ചോല ഫോറസ്റ്റിലെ പഴത്തോട്ടം അവിടെയുള്ള ലോ ഹൗസാണ് കേട്ടോ. ഇത് ഓൺലൈൻ സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് 3 അക്കോമഡേഷൻ ഉള്ളത്. ഇപ്പോൾ 10 സ്റ്റേ ഉണ്ട്, അതുപോലെ തന്നെ ട്രീ ഹട്ട് ഉണ്ട്, അതുപോലെ തന്നെ A-frame ഹട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതായാലും നോർമൽ ഡേയ്സ് 3000 റുപ്പീസാണ് ചാർജ് വരുന്നത് ഒരു ഹട്ടിന്. അതല്ലാത്ത വീക്കെൻഡ്സിലാണെങ്കിൽ 5000 റുപ്പീസാണ് വരുന്നത്. ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂഡാണ്, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. ഈ പരിസരത്തൊക്കെ രാത്രി ബൈസൺസൊക്കെ വന്ന് ഒത്തിരി മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് ടോർച്ചൊക്കെ ഒന്ന് അടിച്ച് നോക്കി നമുക്ക് ഇഷ്ടംപോലെ ബൈസൺസും ചിലപ്പോൾ മറ്റുള്ള അനിമൽസിനെല്ലാം കാണാൻ സൈറ്റിംഗ് കാണാൻ സാധ്യതയുണ്ട്. പഴത്തോട്ടം അതിനകത്തുള്ള ലോ ഹൗസിലാണ് സ്റ്റേ ചെയ്യുന്നത്. തണുപ്പൊന്ന് ഉഗ്രൻ തണുപ്പാണ്. നമുക്ക് ഈ താമസിക്കുന്ന ചുറ്റും ബൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാം. ലൈറ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ടോർച്ച് വെച്ച് കാണേ. കണ്ടാ ഇത് സ്ക്വയർ അടി ചെയ്യൂലേ ലൈറ്റിന്. 2 3 4 ഇറ്റ്സ് നിയർ ബൈ. നീ അവിടെ നിന്ന് വീഡിയോ എടുത്താൽ മതി. 5 ബ്രൗൺ മേക്ക് നോയ്സ്. ശബ്ദം ഉണ്ടാക്കിയത് മാറി കണ്ടാ കാണുന്നുണ്ടാ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പഴത്തോട്ടം ലോ ഹൗസിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബൈസനെ കാണാൻ പറ്റും കേട്ടോ. രാത്രിയുള്ള ബൈസിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. നോക്കണേ, പേടിച്ചു പോവാ. പഴത്തോട്ടം ലോ ഹൗസിലെ ഡിന്നറാണ് കേട്ടോ. How is it? Good? Yeah.
ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദില്ലോസ് വ്ളോഗ്. അങ്ങനെ ഞങ്ങൾ പഴത്തോട്ടത്ത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കിഡ്ലം ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അതിനകത്ത് 3 ടൈപ്പ് അക്കോമഡേഷൻസാണ് ഉള്ളത്. ഒരു എ ടെൻ്റ് ഉണ്ട്, ഒരു ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ ഒരു ടെൻ്റ് ഉണ്ട്. ടെൻ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു എ ടൈപ്പ് വുഡ് ഹൗസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡബിൾ കോട്ടഡ് ബെഡും അത്യാവശ്യം ഫെസിലിറ്റീസും കുഴപ്പമില്ല. അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. ചുറ്റുവശം നോക്കി ഇങ്ങനെ അതിമനോഹരമായ കാര്യം, പുൽമേടോടെ പുൽമേട്. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ടോ അനിമൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ്റെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കാം. ഫ്രണ്ടിൽ തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി തകർപ്പൻ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോളാറിൻ്റെ ആണ് നമ്മൾ ലൈറ്റ്സ് എല്ലാം. വാവ്. അപ്പോൾ ഇതിനകത്ത് മേലെല്ലാം വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ആൾക്കാർക്ക് കിടക്കാവുന്ന ബെഡാണ്. താഴെ എല്ലാം മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് തണുപ്പടി കഴിക്കാനുള്ള മാറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം മാറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ നമുക്ക് നല്ല വ്യൂ ആയിരിക്കും തുറന്നത്. പുറകിലെല്ലാം പുൽമേടാണ്. അപ്പോൾ അതിൻ്റേതായ തകർപ്പൻ വ്യൂ. ഡസ്റ്റ്ബിന്ന്, എ ടെൻ്റ് എന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സ്റ്റേ ഉണ്ട്, അക്കോമഡേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 3 ലോ ഹൗസാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് ആ കാണുന്ന ട്രീ ഹട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വീഡിയോസൊക്കെ ഇന്ത്യൻ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് കേട്ടോ. ഹൗ ആർ യു? നൈസ്. ഈ എ ഫ്രെയിം ഹൗസിനെയും അതുപോലെ തന്നെ നമ്മുടെ ട്രീ ഹൗസിനെയും ബാത്റൂം, ബയോ ടോയ്ലറ്റാണ്. അതെല്ലാം കുറച്ച് 100 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ആ കാണുന്നതാണ് ട്രീ ഹൗസ്. പറഞ്ഞാൽ എക്സാ ട്രീ ഹൗസ് നോക്കി. ഫുഡെല്ലാം മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പാമ്പാടും ചോലക്കകത്താണ് ഇത് വരുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഓൺലൈൻ നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡേയ്സിൽ 3000 ആണ് വരുന്നത്. അപ്പോൾ ഏത് ഇപ്പോൾ ട്രീ ഹൗസ് ആയാലും അതുപോലെ എ ഫ്രെയിം ഹട്ടായാലും ടെൻ്റ് ആയാലും 3000 ആണ് വർക്കിംഗ് ഡേയ്സ് വരുന്നത്. അല്ലാത്ത വീക്കെൻഡ്സിൽ വരുന്നത് 5000 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഈ പാക്കേജിനകത്ത് ഡിന്നറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആണ്. ആസ് യൂഷ്വൽ നോർമൽ ഡിന്നർ, നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. കൂടുതൽ ഫെസിലിറ്റീസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കാരണം നമ്മളിതൊരു ഓൾറെഡി ഒരു കാട്ടിനകത്തുള്ള സ്റ്റേ ആണ്. അപ്പോൾ ഇതിനകത്ത് പവർ സോളാറിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ആകെ നമുക്കിതിനകത്ത് റേഞ്ച് ഇച്ചിരിയെങ്കിലും ഉള്ളത് BSNL ആണ് കേട്ടോ.
ആണ് കേട്ടോ. വിൻഡോ കൂട്ടുള്ള കാഴ്ച ഉണ്ടോ? എക്സ്ട്രാ ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ കേട്ടോ. ഇവിടെ ഇതിനകത്തൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, പവർ പോയിന്റും ബാക്കി കുറച്ച് പ്ലഗ് പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ട്രീ ഹൗസ് ആയാലും അതുപോലെ തന്നെ എ ഫ്രെയിം ഹൗസ് ആയാലും നമ്മൾ ടോയ്ലറ്റുകൾ ബയോ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബയോ ടോയ്ലറ്റുകളാണ് കാണുന്നത്. ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ആ കാണുന്നതാണ് നമ്മുടെ ബയോ ടോയ്ലറ്റ്. ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ. ട്രീ ഹൗസ് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമുക്ക് അവിടെ നിന്നുള്ള വ്യൂസ് നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. മേഘങ്ങളാണിത് നോക്കി, നമ്മളെക്കാൾ താഴ്ന്ന ലെവലിലെ മേഘങ്ങൾ നിൽക്കുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ട്രീ ഹട്ടാണിത്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ട്രീ ഹട്ടിനോട് തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ, മഞ്ഞ്, തണുപ്പൊന്നും ഒരു രക്ഷയില്ല തണുപ്പ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ കാട്ടുപോത്തൊന്നും മേയുന്ന, ബൈസൺ വന്ന് മേയുന്ന സ്ഥലങ്ങളാണ്. ഇത് ശരിക്കും ക്യാമ്പ് ഫയർ ഏരിയ ആണ് കേട്ടോ. Maybe how is it? Good, huh? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് താമസിക്കുന്ന സ്ഥലമാണ്. ഫെൻസിങ്
ഫെൻസിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. മൃഗങ്ങളെ വരാതൊക്കെ ഫെൻസിങ് ഒക്കെ എന്തായാലും അത്യാവശ്യം കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ രാത്രി ഇവിടെയൊക്കെ നമ്മൾ താമസിച്ച് ചുറ്റും ദിവസം ഒന്ന് മെയ്യുന്നുണ്ട്. നോക്കിയ മേഘങ്ങളെല്ലാം നമ്മളൊക്കെ താഴ്ന്ന ലെവലിൽ ഈ മേഘങ്ങളെല്ലാം വരും. ലീച്ചുണ്ട് കേട്ടോ, ലീച്ച് കണ്ടോ, ഈ ഭാഗത്തെല്ലാം ലീച്ചുണ്ട്. ഉപ്പൊക്കെ കൈ കരുതുക കേട്ടോ. വെറ്റ്ലാൻഡായാലും നമുക്ക് അട്ട പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് വേണം വരാൻ കേട്ടോ, കാരണം നമ്മൾ അവരുടെ ആവാസ സ്ഥലത്ത് അങ്ങോട്ട് വരുന്നതാണ്. സൂര്യൻ ഇപ്പം നമ്മൾ കുറച്ചായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെൻറ്റിൻ്റെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ബെഡ്റൂമുണ്ട്. മറ്റുള്ള അക്കോമഡേഷൻ വെച്ച് നോക്കുമ്പോൾ 2 ബയോ ടോയ്ലറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബയോ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് വേണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് ചൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണിത്. ടെൻറ്റ് സ്റ്റേക്കകത്ത് 2 റൂമുകളുണ്ട്. അപ്പോൾ ഓരോ റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഞാൻ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ടെൻറ്റ് സ്റ്റേൻ്റെ ആകഭാഗം കേട്ടോ, ആകവശം ഒരു ഡബിൾ കോട്ട് കട്ടിലുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ബെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം കട്ടിലാണ് എല്ലാം അവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ, സെയിം പാറ്റേൺ ആണ്. ഇതേപോലത്തെ കട്ടിൽ, ഒരു ഡസ്റ്റ്ബിന്നുണ്ട്, പിന്നെ ലൈറ്റ് ഇതെല്ലാം സോളാറാണ്. അങ്ങനത്തെ 2 റൂമുകൾ, ഇതേപോലെ തന്നെ അപ്പുറത്തെ റൂമും ഉണ്ട്. അപ്പോൾ 2 ഒരേപോലെ തന്നെയാണ്. പിന്നെ നമുക്കൊരു ബയോ ടോയ്ലറ്റ് അവൈലബിൾ. ഇതിനകത്ത് മാത്രം അറ്റാച്ച്ഡ് ബയോ ടോയ്ലറ്റാണ്. കണ്ടോ ടോയ്ലറ്റ് നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെ, സെയിം ടോയ്ലറ്റ് തന്നെ. ഇതെവിടെയും ഒരു ലൈറ്റ് സോളാർ, അപ്പോൾ അതും സോളാർ പവേർഡാണ്. ചെറിയൊരു വിൻഡോസ് കണ്ടോ. ബയോ ടോയ്ലറ്റ് ഇതിനകത്ത് 2 അറ്റാച്ച്ഡാണ്. അപ്പോൾ ബയോ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് വേണം എന്ന് പറയുന്നവർക്ക് ഈ ടെൻറ്റ് സ്റ്റേ എടുക്കുന്നതായിരിക്കും നല്ലത്. ത്രീഹറിനകത്തുള്ള ഇൻറ്റീരിയറാണ്. ഡബിൾ കോട്ട് കട്ടിലുണ്ട്. അങ്ങനെ നിങ്ങൾ സ്റ്റേ കഴിഞ്ഞ് ഇറങ്ങുവാണേ.
പഴത്തോട്ടം ലോ ഹൗസിലേക്ക് കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും വരിക. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ പഴത്തോട്ടം ലോ ഹൗസിൽ വരുവാണ്, നമുക്ക് നമ്മുടെ കാർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിനോദിനെ വിളിക്കാവുന്നതാണ്. അവർ ജീപ്പ് സർവീസ് അങ്ങോട്ട് നടത്തുന്നുണ്ട്, തിരിച്ച് റിട്ടേണും ഉണ്ട്. അതുപോലെ തന്നെ ഇവർ കുറേ ട്രക്കിങ്, ഫാം വിസിറ്റ്, ഫ്രൂട്ട് ഫാം വിസിറ്റ്, വെജിറ്റബിൾ ഫാം വിസിറ്റ്, പിന്നെ വാട്ടർ ഫാൾസ്, വ്യൂ പോയിന്റ്സ്, അങ്ങനെ കുറേ ട്രക്കിംഗ് സർവീസസ് എല്ലാം നടത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും തീർച്ചയായും നമ്മുടെ വിനോദിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.